അത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ താഴത്തെ കുട്ടിയാണ്, മലയാളി കുട്ടി തന്നെയാണ്. കളിക്കാൻ എന്താ പറയുക, ഇവിടുത്തെ താരങ്ങൾ വിളിക്കാൻ വരുന്നതാണ്. താരങ്ങൾ രണ്ടാളും ട്യൂഷന് പോയ കാരണം കൊണ്ട് ഇവിടെ 4 എന്താണ് മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ 2 മക്കൾ, ആര് ഒറ്റയ്ക്ക്, ഒന്ന് താഴത്തെ ആദി, ഒന്ന് ധ്യാനം, അങ്ങനെ ഒരു 4 മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ട്. മറ്റുള്ള പിള്ളേരെ പോലെയല്ല, കുറച്ച് സാമ്പത്തികം കൂടുതലാണ്, പറയാതിരിക്കാൻ വയ്യ. 4 എണ്ണത്തിന് എന്താ പറയുക, മേക്കണമെന്നുണ്ടെങ്കിൽ 4 കൂടി കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് പൊളിച്ചടക്കും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടുത്തെ അമ്പലത്തിൽ പോക്ക് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് അമ്പലത്തിൽ പോയാലും എനിക്ക് ഫീൽ വരാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ശീലിച്ചത് കാരണം ഉണ്ടാവും. ചില സ്ഥലത്ത് പോയാലും എനിക്ക് എന്താ പറയുക, ഒട്ടും തോന്നാറില്ല. പിന്നെ ഇവിടെ വേറൊരു ചടങ്ങെന്ന് വെച്ചാൽ, നമ്മൾ ശിവരാത്രി വരുമ്പോൾ, ഇത് ഈ കന്നഡക്കാരെ ആചാരം തോന്നുന്നു കേട്ടോ. അതിലെൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരും കൂടും. അത് നമ്മുടെ പകുതി മലയാളിയും പകുതി ഇവിടുത്തെ ആചാരങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ. ഞാനിതുവരെ ആ ഒരു കാര്യത്തിന്, ഞാനിപ്പോൾ 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 8 വർഷം ആവാനാണ് പോണത്. 8 വർഷമായി എന്തായാലും. എന്താ പറയുക, ആ ഒരു ആചാരത്തിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ അതുവരെ കാണാനും. അവിടുത്തെ അതിന് പോയിട്ട് എന്താ പറയുക, ശിവരാത്രിയുടെ അന്ന് ഇവർ ചെയ്യണ ഓരോ അംഗക്കെട്ടാണ് ഇവിടെ ഉള്ളത്. ശിവരാത്രി വരുമ്പോഴത്തേനും ഇവിടെ ആ സെമിത്തേരി ഉണ്ടല്ലോ, അതങ്ങനെ വൈറ്റ് വാഷ് ചെയ്തിട്ട് കല്ലറ, അതായത് ഇപ്പം എൻ്റെ വീടിൻ്റെ ആണെങ്കിൽ ആ 2 കല്ലറയോ 3 കല്ലറയോ വൈറ്റ് വാഷ് ചെയ്ത് വെക്കും. എന്നിട്ട് ശിവരാത്രിയുടെ അന്ന് ഇവർ വീട്ടിൽ എന്താ പറയുക, ഫുഡൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ആ ഫുഡൊക്കെ ടിഫിൻ കിറ്ററിലായിട്ട് കുറേ പൂവും ചന്ദനത്തിരിയൊക്കെ ആയിട്ട് പോകും. കാലത്ത് 10 മണിയൊക്കെ ആകുമ്പോൾ മടുത്തി കഴിഞ്ഞിട്ട് എല്ലാവരും കുറേ ഭയങ്കര രസമെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇവർ ആ കല്ലറയുടെ മുകളിൽ ഈ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ കൊണ്ട് നിരത്തി വീത വെക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പോലെ കല്ലറ മുകളിൽ വെച്ചിട്ട് കുറച്ച് ചന്ദനത്തിരിയൊക്കെ പറഞ്ഞ് ചിലർ അവിടെ നിന്ന് കഴിക്കുന്നവരുണ്ട്. പല തരത്തിലുള്ള ഞാൻ 1-2 പേരെ ഫോട്ടോ ഞാൻ എടുത്ത് കണ്ട് കഴിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു കലാപരിപാടിയോട് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് പൊട്ടത്തരാണ് കാണിക്കുന്നത്, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഞാനീ പറയണ കാര്യം എന്താണെന്ന് വേറെ ഒന്നല്ല. ഈ അമ്പലം എന്ന് പറയുന്നത് പോസിറ്റീവ്, സെമിത്തേരി എന്ന് പറയുന്നത് നെഗറ്റീവ്, അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ സെമിത്തേരി, നമ്മൾ സാധാരണ സെമിത്തേരിയിൽ പോയി കഴിഞ്ഞാൽ കുളിച്ച് ശുദ്ധമായിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കഴിക്കുക. ഇവർ നേരെ തിരിച്ചവിടെ ഉള്ളവരൊക്കെ ഇതൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ വെച്ച് പൂജ ചെയ്തതിനെ ബാക്കി തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അവിടെ ആ സെമിത്തേരിയിൽ എനിക്ക് എന്താ പറയുക, ഞാനിവിടെ എൻ്റെ ഒരു 1-2 പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ പ്രാവശ്യം എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, ഇങ്ങനെ സെമിത്തേരി നമുക്കിങ്ങനെ ദൃഷ്ടി ഒഴിയാൻ വേണ്ടിയിട്ട് ഭദ്രകാളിയുടെ അമ്പലത്തിൽ, അതായത് ചുടല ഭദ്രകാളിയുടെ അമ്പലത്തിൽ പോകാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചുടല ഭദ്രകാളിയുടെ അമ്പലം എവിടെയാണ്? അപ്പോൾ ഇത് പറഞ്ഞു, ഇവിടെയൊക്കെ സെമിത്തേരിയുടെ ഉള്ളിൽ, ഹിന്ദുക്കൾ വയ്ക്കുന്ന സെമിത്തേരിയുടെ ഉള്ളിൽ ഈ ചുടല ഭദ്രകാളിയുടെ ഒരു അമ്പലം ഉണ്ടാവും. ആ അമ്പലം സെമിത്തേരിയാണ്, അതിൻ്റെ ഉള്ളൊരു സൈഡിലാണ് തോന്നുന്ന സംഭവം. പോയിട്ടില്ല, എനിക്ക് പോകാനായിട്ട് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ്, നല്ല പേടിയാണ്. കാരണം എന്താ വെച്ചാൽ, അപ്പം ഞാൻ അപ്പം എന്നെ അങ്ങനെ വന്നു വിളിച്ചപ്പോൾ എന്താ പറയുക, അതെന്താ വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഈ ഇവിടെ ഉണ്ടല്ലോ വലിയ കുമ്പളങ്ങ പോലത്തെ സാധനം, അല്ലെങ്കിൽ ചെറുനാരങ്ങ, മുട്ട ചെറുനാരങ്ങ കുമ്പളങ്ങ, ഇതിലേതോ സംഭവം മുട്ടയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ മുട്ട കൊണ്ടുപോയി ഒഴിഞ്ഞിട്ട് പൊട്ടിക്കാൻ തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ സെമിത്തേരി ഉള്ളതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കുട്ടികളായിട്ട് പോകാൻ പറഞ്ഞു കേട്ടാ. ഞാൻ വരില്ല കുട്ടികളായിട്ട്. കാരണം എന്താ വെച്ചാൽ, ഈ സെമിത്തേരിയുടെ ഉള്ളിൽ പോയിട്ട് പോകാന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ, സെമിത്തേരിയുടെ ഉള്ളിൽ പല തരത്തിലും ആൾക്കാർ മരിച്ചിട്ടുള്ളത്. അത് വയസ്സായതാവാം, തൂങ്ങി മരിച്ചതാവാം, ആക്സിഡൻ്റ് ആവാം, പലതരത്തിലുള്ള ആൾക്കാർ മരിച്ചിട്ട് സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടാവും. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു 6 മണി 6:15 നേരത്ത് ഈ കുട്ടികളായിട്ട് അതിൻ്റെ ഉള്ളിൽ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു,
ഞാൻ എൻ്റെ മക്കളെ ആക്കിയില്ല, ഞാനും വരത്തില്ല എന്നുണ്ട്. അങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ എല്ലാവരും ചെയ്യണതാണ്. പക്ഷെ ഞാനത് പോയി ചെയ്തിട്ടില്ല. എനിക്ക് അതിനോട് യോജിപ്പില്ല. പോണവർ പോവാം, പോവാത്തവർക്ക് പോവാം. പക്ഷെ എനിക്ക് പേടിയാണ് ഒന്നാമത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെതൊരു ഫോട്ടോ എൻ്റെ കയ്യിലില്ല, പക്ഷെ വീഡിയോസൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് എനിക്ക് ഫോട്ടോ എടുക്കാതെ എൻ്റെ ഫോണിൽ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഇവിടെ അതെന്ത് സിസ്റ്റമാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ചോറ്റാനിക്കരയൊക്കെ പോണത് എന്തിനാ? നമ്മൾ നമ്മുടെ എന്താ ചോറ്റാനിക്കര മേലേക്കാവിൽ തൊഴുത് താഴത്തെ കാവിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരത്ത് ബാധ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തുള്ളി പോകുന്നതാണ് പറയാം. പിന്നെ ആ ഗുരുതി കിടക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ വല്ല ദോഷം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ചോറ്റാനിക്കരയിലേക്ക് പോവുക. അപ്പോൾ ബാധകൾ ഒഴിക്കുക, അല്ലെങ്കിൽ അത് അതുപോലെ നമ്മൾ കർമ്മങ്ങൾ എന്താ നമ്മൾ ചെയ്യുക. എന്താ പറയുക, 2-3 കാര്യങ്ങൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ യോജിക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും പറയാമെന്നറിയില്ല. 1-2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ മരിച്ച ആൾക്കാർക്ക് 16-ൻ്റെ അന്ന് കർമ്മം ചെയ്ത് പിന്നെ ആക്സിഡൻറ്റ് ഇത് തൂങ്ങി മരിച്ചേക്കാൻ നമ്മൾ ഒന്നും കൂടി കർമ്മം ശക്തമായി ചെയ്യും. അതുപോലെ ചെറുപ്പക്കാരാണെങ്കിലും അച്ഛനമ്മ ജീവിച്ചിരിക്കുമ്പോൾ അതൊക്കെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. കുറച്ചൊന്ന് നല്ല രീതിയിൽ കർമ്മം ചെയ്ത് അവരെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ. അതായത് അലഞ്ഞു തിരിയായിരിക്കും. ഞാനിവിടെ കണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ മരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് അവന് വയ്യാതെ മരിച്ചതാണ്, സുഖമില്ലാണ്ട് മരിച്ചതാണ്. അപ്പം അതും എൻ്റെ സെയിം ഏജ് ആട്ടോ. അപ്പം എന്നാലിപ്പോൾ ജീവിച്ചിട്ട് അവന് കൊതി തീർന്നിട്ടില്ല. എന്താ വെച്ചാൽ അവൻ്റെ ഭാര്യ മകൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ആരൊക്കെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഭാര്യനെ, എൻ്റെ ഭർത്താവ് എൻ്റെ കുറ്റം പറയും. പക്ഷേ ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല അവൻ്റെ ഭാര്യനെ ആരെങ്കിലും കുറ്റം പറയണത് അവന് ഇഷ്ടമല്ല. കാര്യം അവർ തമ്മിൽ എന്താ പറയുക ഇഷ്യൂസ് ഉണ്ടെങ്കിലും പറയില്ല. അത്ര ജീവനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പ്രാണം ഭൂമിയിൽ പോയാലും ആ പ്രാണം മുഴുവനായിട്ട് പോവില്ല. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. തന്നെ ഇഷ്ടമല്ലോ പോവാൻ, നമ്മളെ പിരിഞ്ഞ് അവൻ്റെ കുഞ്ഞുങ്ങളെയും അവൻ്റെ ഭാര്യനെയും വിട്ടു പോകാൻ ഇഷ്ടമല്ല. പക്ഷെ അവന് അസുഖം വന്നു പോയി എന്നുള്ളത് സത്യം. മരിച്ച 16-ൻ്റെ അന്ന് എൻ്റെ 14-ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, 16-ാമത്തെ ദിവസം ഒരു ചടങ്ങുണ്ട്, നീ കണ്ടിട്ടില്ലെങ്കിൽ നീ കാണണം. അപ്പം ഞാനും വിചാരിച്ചത് എന്ത് ചടങ്ങാണ് ഭഗവാനെ ഇവർ ഈ പറയണത് എന്നുള്ളത് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോവാന്നല്ല, എനിക്ക് പേടിയാണ് ഇപ്പോഴും. എന്നുവെച്ചാൽ ആ വന്ന് വിളിച്ചു വരുത്തിയതിനെ തിരിച്ചു പോയോ, ആത്മശാന്തി കിട്ടിയോ, മോക്ഷം കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഇവർക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടില്ല. എനിക്ക് എന്താണെന്നറിയോ, ഇപ്പം ഞാനും എൻ്റെ മക്കളും ഇന്ന് നിലയ്ക്ക് തനിച്ചാണ്. ഈ മരിച്ച ആളുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ട് രാത്രി വെള്ളം കുടിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഇല അനങ്ങിയാലും നമുക്കൊരു പേടിയാണ്. അയ്യോ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിലേറെ പേടിയാണ്. നമ്മൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവം, പിന്നെ ഇങ്ങനെ മരിച്ച സംഭവം, പിന്നെ അത് എന്താ പറയുക വിളിച്ചു വരുത്തി നമ്മളെ മുമ്പിൽ കാണിച്ചത്, അത് നമ്മൾ പിന്നെ അതിൻ്റെ ആ ആൾ മരിച്ചാൽ വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ പിന്നെ രാത്രി ഇങ്ങനെ നമ്മളെ നോക്കും. അതായത് നമുക്കൊരു മനസ്സിൻ്റെ ശങ്ക വരും. നമുക്കൊരു ഇലയാണെങ്കിൽ നമുക്കൊരു പേടിയാവും. എന്താ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇവർ 16-ൻ്റെ അത് പിറ്റേ ദിവസം സദ്യ കഴിക്കുന്ന തലേദിവസം ഇവർ ഒരു 7 മണി ആകുമ്പോൾ ഒരു ചടങ്ങുണ്ട്. അതായത് ചടങ്ങും പിന്നെ ഒരു ശംഖൂതി വിളിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് ഒരു പൂജ പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ശംഖ് ഊതുമ്പോൾ ഈ ശംഖിൻ്റെ നാദം ചെന്നലയ്ക്കുന്ന അതാണ് പറഞ്ഞിട്ട് സ്ഥലത്തുനിന്ന് ഈ ആത്മാവുണ്ടെങ്കിൽ ആത്മാവ് നമ്മളുടെ അടുത്തേക്ക് ഈ വന്നിട്ട് അവിടെ അതിൻ്റെ ഒരു അടയാളം കാണിച്ചു തരും. അതായത് മണ്ണ് നൈസാക്കിയിട്ട് പുട്ടുപൊടി പോലെ അല്ലെങ്കിൽ അതിങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ടാകും. അപ്പം ആത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സിംഗിൾ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കും, പൂവ് എന്തെങ്കിലും കാണിക്കും. അത് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഒറ്റയ്ക്ക് നിന്ന് പറയാൻ ഭയങ്കര പേടിയാട്ടാ. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അത് ഇവിടുത്തെ ഒരു സിസ്റ്റമാണെന്നാണ് പറയുന്നത്. ഇവർ പറഞ്ഞ ഇവിടെ എല്ലാവരും ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഇവർ അച്ഛനന്മാരൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിത് കാണാൻ വേണ്ടിയിട്ട് ശരി പറയുകയാണെങ്കിൽ 2 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇത് എപ്പോഴാണ് വരിക നമുക്ക് അറിയില്ല, ഇത് എങ്ങനെ
പിന്നെ ഈ ബുദ്ധിയൊന്നും അത്ര പോയില്ല. ഈ ഫോൺ ഓണാക്കി വെക്കുക അത്രയൊന്നും നമുക്ക് പിന്നെ പേടിയാണല്ലോ. വീട്ടിലൊരു ഇപ്പോൾ ഫോണിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ. ഞാൻ ഫോൺ ഓണാക്കി വെച്ചില്ല. അങ്ങനെ ഞാൻ കുട്ടികൾ നേരത്തെ ഉറങ്ങി 10-11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങി. ഞാനും ഇത് കുറേ നേരം അപ്പം ആ വീട്ടിൽ ആ മരിച്ച വീട്ടിൽ അമ്മ, അമ്മായിമ്മ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ, നാത്തൂന്, പിന്നെ അവരെ കസിൻസ്, എൻ്റെ കെട്ടിയവന്, അങ്ങനെ പെങ്ങളുടെ ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാനും 2 പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മാമൻ്റെ ഭാര്യ, മാമി, മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ അപ്പോൾ എന്താ പറയുക ചെറിയ കിടന്നു. അങ്ങനെ ഞാനും ഷീറ്റ് വെച്ച് കിച്ചണിൻ്റെ ഒരു ഭാഗത്ത് കിടന്നു. എല്ലാവരും കിടക്കണവരൊക്കെ നല്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അമ്മമാരൊക്കെ ഹോളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഹോളിലാണ് സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ നാട് കണ്ണൂർ, അങ്ങനെ കക്കാട്ടിലാണ്. അപ്പോൾ അവിടുന്ന് ഈ ചടങ്ങിന് വരുന്ന ആൾക്കാർ, അപ്പോൾ അവർ ട്രെയിനോ ബസ്സിനോ വന്നിട്ട് ഇറങ്ങും. അപ്പോൾ ആ സമയത്ത് അവരിറങ്ങുമ്പോൾ വിളിക്കും നമ്മളെ വഴി ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വേറെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ശരിക്കും വീടുള്ള സ്ഥലത്തിനേക്കാൾ വേറെ സ്ഥലത്താണ് നമ്മുടെ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ കുറച്ചടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വരണക്ക് വഴി അറിയില്ല. അപ്പോൾ നമ്പറുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറുള്ളത്. ഇവരൊക്കെ ഞാൻ 2 മണിയൊന്നും ഉറങ്ങില്ലേ, ഇവരൊക്കെ വർത്തമാനം പറഞ്ഞ് ഇവരും ഓരോരുത്തർക്കും മയങ്ങി. അപ്പോൾ ഈ ശംഖു ഊതുന്ന ആൾ പുറത്ത് നിന്ന് ഉറങ്ങില്ല. അയാൾ 1 അവർ ഇട്ടിട്ട് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഭയങ്കര സൗണ്ടാട്ടാ, ഇപ്പോഴത്തെ ഊന്ന് സൗണ്ടാണ്. ഒരു 4 മണിയപ്പോൾ ഫോൺ ബെല്ലടിക്കണം എൻ്റെ ഹസ്ബൻഡിൻ്റെ. അപ്പം എന്താ കാര്യം എന്നറിയോ? ഫോൺ ബെല്ലടിക്കുന്നത് വെച്ചാൽ എന്താ പറയുക, ഫോൺ ബെല്ലടിക്കുമ്പോൾ ഞാൻ ഈ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഹോളിൽ വന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഈ മണ്ണിലേക്കും നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഈ 5 ഫിംഗർ പ്രിൻ്റ് ഉണ്ടല്ലോ ഇങ്ങനെ വച്ചിട്ട് പോയിരിക്കണം. അത് ഇപ്പോഴും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മണ്ടത്തര അങ്ങനെയല്ല കേട്ടോ. ഇതെൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ്. ശരിക്കും അവൻ്റെ വിരലെന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണേ, അല്ലേ, ആ തിന്നാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് പോയി ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ അയ്യോ നോക്കി ഞാനിങ്ങനെ എല്ലാവരും വിളിച്ചു. അപ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര കരയോ എൻ്റെ മോൻ്റെ ആത്മാവ് വന്നു. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിറയിൽ മാറുന്നില്ല. കാരണം എന്താ വെച്ചാൽ വന്നു എന്നുള്ളത് തെളിവ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും ഫോട്ടോ എടുക്കണ വീഡിയോ പിടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തില്ല, എനിക്ക് പേടിച്ചിട്ടാണ്. പിറ്റേ ദിവസമാണെങ്കിലും ചടങ്ങിന് വന്നൊരു കുറേ ആൾക്കാരൊക്കെ കണ്ടു. എന്നിട്ട് അവരെല്ലാവരൊക്കെ ഇങ്ങനെയുള്ള ആശയം. ഞാൻ അതിന് ശേഷം എൻ്റെ ദൈവമേ ഓരോ ദിവസവും തള്ളി നീക്കിയെന്ന് വെച്ചാൽ ഇവർ വിളിച്ചു വരുത്തി ഈ വന്നാൾ തിരിച്ചു പോയെന്നുള്ളത് പൂജ ചെയ്തിട്ടുണ്ടാവും. അത് എനിക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ അറിയണല്ലോ. അപ്പോൾ ഞാനിവിടെ അപ്പാർട്ട്മെൻറ്റിൽ കുറേ പേരോട് തമിഴ് ചെറുതൊക്കെ വെച്ചിട്ട് ഇവർ പറഞ്ഞതിലൊക്കെ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ തൂങ്ങി മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. തൂങ്ങി മരിച്ച ഞാനൊരു തയ്യൽക്കടയിൽ ഇവിടെ തയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ തയ്ക്കാൻ പോണ ഒരു തമിഴാണ്. അവരും അയാളുടെ മകൻ ഒരു +2 കുട്ടി കഴിഞ്ഞ ഒരു 5-6 മാസം മുന്നേ തൂങ്ങി മരിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ അതും ചടങ്ങ് ഇങ്ങനെ ചെയ്തു അത്രേ. ഇതെന്ത് സിസ്റ്റമാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പം ഇങ്ങനൊരു സിസ്റ്റമൊക്കെ ഇതൊക്കെ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞ അത് കഴിഞ്ഞതിന് ശേഷം ഒറ്റയ്ക്ക് ഞാൻ സാധാരണ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നും ഇല്ലാത്ത ആളാട്ടാ. ഞാൻ കൊച്ചിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ തന്നെ കിടക്കും. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, എനിക്ക് ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ പോലും ഒരു ആന്തല ഒരു ഇത് ചില ദിവസങ്ങളിൽ നമുക്ക് ഉറക്കം വരില്ല. ഇത് എന്താ നമുക്ക് ഓർമ്മ വരിക വെച്ചാൽ പിന്നെ നമുക്ക് ഓർമ്മ. ഞാൻ ആലോചിക്കുക, ഞാൻ അന്നത്തെ ഒരു 2-3 മാസത്തേക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നുണ്ട് കേട്ടോ. എന്നാലും പിന്നെ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ രാവിലെ വിളക്ക് കത്തിക്കുന്നത് അതിന് നെഗറ്റീവ് എനർജി വരില്ല എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ട് ഞാനിവിടെ നിൽക്കണം. ചിലപ്പോൾ തോന്നും നല്ല പേടി തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒന്നും എൻ്റെ ഇല്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു ഇവിടുത്തെ നമ്മുടെ കേരളം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ തോന്നും. പിന്നെ ഇവിടുത്തെ ആൾക്കാർ നട്ടുച്ചയ്ക്കും വിളക്കത്തിക്കും. നമ്മളൊരു സിസ്റ്റം ഉണ്ടല്ലോ, കാലത്ത് വിളക്കത്തിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം വിളക്കത്തിക്കുക.
ഇവിടെ അങ്ങനെയല്ല, കുളിച്ച് കഴിഞ്ഞാൽ പോയി വിളക്കെത്തിക്കുന്നു, ആരതി ഒഴിയുന്നു, മണിയടിക്കുന്നു. അങ്ങനെ ഞാൻ വന്ന സമയത്തൊക്കെ 11 മണിക്കൊക്കെ വിളക്കത്തിച്ച് മണിയടിക്കണതാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിക്കും ആരും ഇനി 11 മണി, ചിലപ്പോൾ 1 മണിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് 2 മണിക്ക്, ഞാനപ്പോൾ ഇങ്ങനെ വിചാരിക്കും ആരും 1 മണിക്ക് 2 മണിക്കൊക്കെ വിളക്കെത്തിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ചിലത് കാണുമ്പോൾ നമുക്ക് പേടിയും, ചിലത് കാണുമ്പോഴേക്കും ഇത് എന്ത് പൊട്ടത്തരം ഇവർ കാണിക്കുന്നു തോന്നും, അത് തോന്നും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്, നമ്മളെ മലയാളികൾ കേട്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞ തന്നെ വരും. ഇവിടെ ആൾക്കാർ പറഞ്ഞത് മലയാളികളാണ് അത് തീരെ വരില്ല എന്നുള്ള പോലെ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. മലയാളികളെ പറഞ്ഞാൽ ഞാൻ നല്ല ശക്തമായ രീതിയിൽ പറയും. കാരണം എന്നെ കെട്ടിയ എന്നെ കുറേ ചൊടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുമെങ്കിലും ഞാനൊരു പൊട്ടിക്ക് വിട്ടുകൊടുക്കില്ല അത് ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര ഡള്ളായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാൻ. ഇനി വൈകുന്നേരം ട്യൂഷനൊക്കെ ഇപ്പോൾ സമയത്തരായി, 4:30ആയി. ഇനിയിപ്പോൾ 5 മണിയാകുമ്പോൾ അവനെ വിളിക്കാൻ പോകണം. ഇതുമായിട്ട് കഴിഞ്ഞ് തുണി മടക്കി വയ്ക്കണം. ഇതൊക്കെ തന്നെ പണി. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇത് എത്രത്തോളം സക്സസ് ആവും, അപ്പം എത്രത്തോളം ഇതാവുന്നു ഇപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ ടാറ്റ, നിർത്തുകയാണ്. പിന്നെ നാളെ കാണാം.